എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു 10-12 വയസ്സുള്ള ഒരു കൊച്ചിനെ ഇറക്കി ഒരമ്മയും കുടുംബവും കളിച്ച നാടകം നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഷ്ടമെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വെറും 2.5 വയസ്സുള്ളപ്പോൾ ആ അച്ഛൻ്റെ അടുത്ത് നിന്നും അമ്മയുടെ കൂട്ടത്തിലോട്ടും അമ്മയുടെ വീട്ടുകാരുടെ അടുത്തോട്ടും പോകുന്നതാണ്. ഈ കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ അച്ഛനുമായിട്ട് യാതൊരു അടുപ്പവും ഉണ്ടാകാൻ യാതൊരു ചാൻസുമില്ല. കാരണം 2.5 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരാളോട് തോന്നുന്ന അടുപ്പം മാത്രമേ ആ അച്ഛനോട് തോന്നിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അകന്നു കഴിയുമ്പോഴത്തേക്കും എന്തായി, ആ കൊച്ചിന് ആ അച്ഛനോട് യാതൊരു അടുപ്പവുമില്ല. ഇനി ബാക്കി മുഴുവൻ ഈ കൊച്ച് ഈ വീട്ടിലിരുന്ന് കേൾക്കുന്നത് എന്താണ്? അച്ഛനെക്കുറിച്ചുള്ള നെഗറ്റീവുകളും അച്ഛനെക്കുറിച്ചുള്ള ദുഷ്ടതരങ്ങളും മാത്രമാണ് ഈ കൊച്ച് കേട്ടുകൊണ്ട് വളരുന്നത്. അങ്ങനെ വളർന്നു വരുന്ന ആ കുട്ടിക്ക് അച്ഛൻ എന്ന് പറയുന്ന ആ വ്യക്തിയോട് തികച്ചും വെറുപ്പും പേടിയും ഒക്കെ തോന്നത്തുള്ളൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. അതിന് ഉത്തരവാദി ആരാണ്? ഈ കൊച്ചിൻ്റെ മുൻപിൽ ആ അച്ഛനെ അവതരിപ്പിച്ചു കൊടുത്തവരാണ്. ഇനി ഈ അച്ഛനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കറിയാം, ആ പുള്ളിക്ക് ഇൻ്റർവ്യൂകളും എല്ലാം നോക്കിയാൽ ആ പുള്ളിക്ക് ഒരൊറ്റ പരാതിയേ ഉള്ളൂ: കൊച്ചിനെ കാണിക്കുന്നില്ല. ഈ ഒരു പരാതിയും അതിനോടനുബന്ധിച്ചുള്ള ദേഷ്യവും രോഷപ്രകടനങ്ങളുമാണ് ഈ പബ്ലിക്കിൻ്റെ മുന്നിലിരുത്തി അയാളെ കൊണ്ട് ഈ ചെയ്ത് കൂട്ടിപ്പിക്കുന്നത് മുഴുവൻ. ഓർക്കുക, അയാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹവും അച്ഛനായതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കുട്ടിയാണത്. അദ്ദേഹത്തിന് ഇപ്പോഴും വേറെ കുട്ടിയൊന്നുമില്ല, ഈ ഒരു മോളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മോളോട് ആ അച്ഛനുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അത് നമുക്ക് ആർക്കും മാറ്റാൻ കഴിയത്തില്ല. കാരണം ആ ഒരു അറ്റാച്ച്മെൻറ്റ് എപ്പോഴും ഉണ്ടാകും. കാരണം 2.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ കൊഞ്ചിച്ചും താലോലിച്ചും ഒക്കെ വളർത്തിക്കൊണ്ട് വന്നതാണ്. ആ ഒരു ഓർമ്മയും ആ ഒരു സ്നേഹവും എപ്പോഴും അയാളുടെ മനസ്സിൽ നിന്ന് മായാതെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ആ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ കാട്ടിക്കൂട്ടലുകൾ മുഴുവനാണ് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം കാണിക്കുന്നത് എന്നുള്ളതും ബോധമുള്ള ഏതൊരാൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ അതല്ലാത്തവർ, നമ്മൾക്കറിയാം, സോഷ്യൽ മീഡിയ എടുത്ത് അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള ടീമുകളാണ്. അതുകൊണ്ട് അതുവിടെ. എന്നാൽ ഒരു കോമൺ സെൻസ് ഉള്ള, ഒരു കുറച്ച് വിവരവും വിദ്യാഭ്യാസവുമുള്ള മാന്യതയുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും അദ്ദേഹം കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ ഈ കൊച്ചിന് വേണ്ടിയാണ്. ഇതിനെ കാണണം എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ പരാതി. അതിനോടനുബന്ധിച്ചുള്ള കാട്ടിക്കൂട്ടലുകളും രോഷപ്രകടനങ്ങളും മാത്രമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ഇനി ഈ കുട്ടിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ക്ലാസ് വെച്ചിട്ട് എറിയാൻ വന്നു എന്ന്. 2.5 വയസ്സുള്ള കുട്ടിക്ക് എന്ത് തേങ്ങ ഓർമ്മയുണ്ടായിട്ടാണ്? ഒന്നും ഓർമ്മയൊന്നുമില്ല. പിന്നെ അത്രമാത്രം അദ്ദേഹം ചെയ്യുമെന്നും തോന്നുന്നില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ഈ കുട്ടിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഓക്കെ, അതൊക്കെ ഈ വീട്ടിൽ വന്നിട്ട് അമ്മയും അല്ലെങ്കിൽ അമ്മയുടെ അനിയത്തിയോ ഒക്കെ ചേർന്ന് ഈ കൊച്ചിൻ്റെ തലയിലോട്ട് പറഞ്ഞു കേൾപ്പിച്ച് കൊടുത്തിരിക്കുന്ന വെറും കെട്ടുകഥകൾ മാത്രമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇനി ഈ കുട്ടി പറയുന്നു, എനിക്ക് കാണുകയേ വേണ്ട എന്ന്. അങ്ങനെയൊക്കെ പറയാൻ എൻ്റെ മോളെ ജീവിതം തുടങ്ങിയോ? കാരണം മോളൊരു കാര്യം ഓർക്കുക, ഇനി മോള് തന്നെ പറഞ്ഞതാണെങ്കിലും വീട്ടുകാർ പറയിപ്പിച്ചതാണെങ്കിലും, ഇനി കുഞ്ഞമ്മയുടെ ബുദ്ധിയാണോ എന്ന് നല്ല സംശയമുണ്ട്. എന്തായാലും കുഞ്ഞമ്മ പറയിപ്പിച്ചതാണെങ്കിലും അമ്മ പറയിപ്പിച്ചതാണെങ്കിലും അമ്മ പറയിപ്പിച്ചതാണെങ്കിലും മോള് തന്നെ പറഞ്ഞതാണെങ്കിലും ഓർക്കുക, നിനക്ക് ഈ ഭൂമിയിൽ ഒരു അച്ഛനേ ഉള്ളൂ. ആ അച്ഛനാണ് ആ വ്യക്തി. അത് നീ ഓർക്കുക. ഇനി വേറെ എത്ര അച്ഛന്മാരും കൊച്ചച്ഛന്മാരും ചമഞ്ഞു വന്നാലും അവരൊന്നും നിൻ്റെ അച്ഛനാകത്തില്ല. അവരാരും നിന്നെ മോളെ പോലെ കാണത്തുമില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം എൻ്റെ പൊന്നു മോളെ നീ മനസ്സിലാക്കുക. ആ ഒരു ബോധം നിൻ്റെ വീട്ടുകാർക്കോ ഇപ്പം നിന്നെ വളർത്തുന്ന നിൻ്റെ വീട്ടുകാർക്കോ ഇല്ലാണ്ടായിപ്പോയി. ഇനി നീ പറയുന്നുണ്ട് അച്ഛൻ എന്നെ സ്നേഹിച്ചിട്ടേ ഇല്ല എന്ന്. അച്ഛൻ നിന്നെ സ്നേഹിച്ചിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ നിനക്ക് എവിടെ അവസരം കിട്ടിയത്? നിനക്ക് അവസരം കിട്ടിയോ? നീ മുഴുവൻ ഈ അമ്മയുടെ കൂട്ടത്തിലും അമ്മയുടെ വീട്ടുകാരുടെ കൂട്ടത്തിലും അവർ പറഞ്ഞു കേൾക്കുന്ന ഈ വെറുപ്പ് മാത്രമാണ് അച്ഛനെന്ന ഒരു ചിത്രം നിൻ്റെ മനസ്സിലുള്ളത്. എവിടെയാണ് അവസരം കിട്ടിയത്? ആ മനുഷ്യനെ നിന്നെ ഒന്ന് സ്നേഹിക്കാനുള്ള അവസരം എവിടെയാണ് കിട്ടിയത്? ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ആരും കൊടുത്തിട്ടില്ല. ഇനി അതവിടെ നിൽക്കുക. പിന്നെ നീ പറയുന്നു നിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് നിന്നെ ഒന്ന് വിളിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഒന്ന് വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് ഫോണുണ്ടോ നിന്നെ വിളിക്കാൻ? ഇല്ലല്ലോ. ഒന്നുകിൽ നിൻ്റെ അമ്മയുടെ ഫോണിലോട്ട്, അല്ലെങ്കിൽ കുഞ്ഞമ്മയുടെ ഫോണിലോട്ട്, അല്ലെങ്കിൽ നിൻ്റെ ലാൻഡ് ഫോണിലോട്ടൊക്കെ വിളിക്കണ്ടേ? വിളിച്ചു കഴിയുമ്പോൾ അദ്ദേഹമാണ് വിളിച്ചതെന്ന് പറഞ്ഞു അവർ നിനക്ക് ഫോൺ ഹാൻഡ് ഓവർ ചെയ്താലല്ലേ നിനക്ക് അറിയത്തുള്ളൂ ഇത് നിൻ്റെ അച്ഛൻ വിളിച്ചോ ഇല്ലയോ എന്നുള്ളത്. അതുവരെ നിനക്ക് അറിയത്തൊന്നുമില്ലല്ലോ. ഇനി ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി നീ പറയുന്നു നിൻ്റെ അച്ഛന് വേണ്ട എന്നെ എൻ്റെ വീട്ടുകാർ നല്ലപോലെ നോക്കുന്നുണ്ടെന്ന്. ഓക്കെ, ശരിയായിരിക്കാം. പക്ഷേ ഈ കാണുന്ന ഞങ്ങൾക്ക് അത്ര തോന്നുന്നില്ല. കാരണം അവർ നിന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, ഈ കുഞ്ഞിനെ ഇവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ, എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ കൊച്ചിനെ ഇപ്പോൾ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുക്കും. നമ്മൾക്കറിയാം, വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ. ഇനി കൊച്ചിൻ്റെ അമ്മയും കരഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടുണ്ട്.
എന്തൊക്കെ നാടകങ്ങൾ ഇറക്കിയാലും ഈ വീട്ടുകാർ, അതായത് ഈ കൊച്ചിൻ്റെ വീട്ടുകാർ, അമ്മയും കുഞ്ഞമ്മയും ഒക്കെ വല്യമ്മയും ഒക്കെ ചേർന്ന ആൾക്കാർ ഈ കൊച്ചിനോട് ഒരു ഇത്തിരിയെങ്കിലും സ്നേഹവും വാത്സല്യവും ഇവർക്ക് അവശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ കൊച്ചിനെ വെച്ചിട്ട് ഇവർ ഈ ഒരു നാടകം കളിക്കാൻ വിടുമോ? ഈ കൊച്ചിനെ സോഷ്യൽ മീഡിയയുടെ മുന്നിലോട്ട് ഇട്ടുകൊടുക്കുമോ? വേറെ എന്തെല്ലാം വഴികളുണ്ട് നിയമപരമായി മുന്നോട്ട് പോകാം. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എല്ലാത്തിനും നിയമപരമായി കാണുന്നവർക്കും പോകുന്നവർക്കും വരുന്നവർക്കും ഒക്കെ എതിരെ കേസും വെപ്പാളും ഒക്കെ ആയിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എന്താ ഈ വിഷയത്തിനും കേസായിട്ട് അതിൻ്റെ വഴിക്ക് പോകാൻ മേലായിരുന്നോ? അപ്പോൾ ഈ വീഡിയോ ഇറക്കിയതിൻ്റെ പിന്നിൽ ഒത്തില്ലെന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അവരുടെ ഒരു സിമ്പതി പിടിച്ചു പറ്റാനോ വേണ്ടിയിട്ടോ ഇറക്കിയതായിരിക്കാം. പക്ഷേ അത് ഒത്തില്ല. ഇനി രണ്ടാമത് ഇതിൻ്റെ ഉദ്ദേശം ഏതെങ്കിലും വക്കീലിൻ്റെ കുബുദ്ധിയായിരിക്കും. ഓർക്കുക, ഈ വക്കീലന്മാരെ എങ്ങനെയെങ്കിലും പിടിച്ച കേസ് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനിവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് ഇവന്മാർ നിങ്ങളുടെ പുറകെ തന്നെ കൂടും. അപ്പോൾ വക്കീലിൻ്റെ ബുദ്ധിയായിരിക്കും. എന്തായാലും രണ്ടായാലും തെറ്റിപ്പോയി, അത് തിരിച്ചടിയാകാനേ ചാൻസ് ഉള്ളൂ. കാരണം എതിരെ പോകുന്ന ഒരു കൊച്ചിനെ ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കിപ്പിക്കുന്നത് നിയമപരമായി അത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, ഈ കൊച്ചിനെയും കൊണ്ട് പറയിപ്പിച്ചിരിക്കുന്നത് ഒരിക്കലും നിയമത്തിൻ്റെ മുൻപിൽ അതൊരു എന്താ പറയുക എവിഡൻസ് ആയിട്ട് എടുക്കത്തില്ല. കാരണം ജഡ്ജായിട്ടിരിക്കുന്നയാൾ പൊട്ടനൊന്നും അല്ലല്ലോ, അവർക്ക് ബോധവും വിവരവും ഉണ്ട്. കാരണം 2.5 വയസ്സിൽ അമ്മയുടെ കൂട്ടത്തിൽ മാത്രം വളർന്ന ഒരു കൊച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇറക്കണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് പറയിപ്പിച്ചതാണെന്നും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേട്ട് കൊച്ച് പറഞ്ഞതാണെന്നും ഉള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കോടതിക്കുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയുടെ സപ്പോർട്ടിന് വേണ്ടിയാണെങ്കിൽ പോലും എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ എന്നിട്ട് ഇപ്പോൾ ഇറക്കിയിട്ട് എന്തായി? ആ കൊച്ചിനെ പോലും വെറുക്കത്തക്കവണ്ണമുള്ള കമൻറ്റുകളല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഒരു കൊച്ചിനെ ഏതെങ്കിലും ഒരു അമ്മ അല്ലെങ്കിൽ കുഞ്ഞമ്മ ഇറക്കി കൊടുക്കുമോ? സമൂഹത്തിന് മുന്നിലേക്ക് ഇറക്കി കൊടുക്കുമോ? അതിൻ്റെ യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഈ അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയാനുള്ളൊരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും ആ കൊച്ചിൻ്റെ മനസ്സിലോട്ട് നിങ്ങൾക്ക് ഒരു സ്നേഹത്തിൻ്റെ ഒരു വഴി ഉടനെ ഒന്നും തുറക്കത്തില്ല. ആ കൊച്ചിന് നിങ്ങളോട് പെട്ടെന്നൊരു സ്നേഹം തോന്നത്തില്ല. അത് ഉണ്ടാകണമെങ്കിൽ ഈ കൊച്ച് അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറി എവിടെയെങ്കിലും പഠിക്കാനൊക്കെ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് നിങ്ങൾ എന്നുള്ള ഒരു അച്ഛനെ ആ കൊച്ചിന് മനസ്സിലാകത്തുള്ളൂ. അതുവരെ ഈ കൊച്ചിൻ്റെ മനസ്സിൽ ഇവർ കയറ്റി വെച്ചിരിക്കുന്ന ഒരു ചിത്രം മാത്രമേ നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ചുള്ളൂ എന്നുള്ള ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിയമപരമായി ഇവരുടെ വീട്ടിലോട്ട് നിങ്ങൾ കയറി ചെല്ലേണ്ട കാര്യമില്ല. ഒരുപക്ഷെ വീട്ടിലോട്ടൊക്കെ ഇദ്ദേഹം ആ ഒരു രോഷപ്രകടനം പോയി നടത്തിയിട്ടുണ്ടാകും. കാരണം ഏതൊരു അച്ഛനും ഉണ്ടാകും സ്വന്തം കുഞ്ഞിനെ കാണാൻ. പ്രത്യേകിച്ച് നമ്മൾക്കറിയാം ഈ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം പെമ്മക്കളോട് കുറച്ചും കൂടി ഒരു സ്നേഹം കൂടുതലാണെന്നാണല്ലോ പൊതുവെ എല്ലാവരും പറയാറ്. എനിക്കത് അറിഞ്ഞുകൂടാ, പുറമെ എല്ലാവരും അങ്ങനെയാണ് പറയാറ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വ്യക്തിക്ക് ആ കൊച്ചിനോട് വല്ലാത്ത സ്നേഹമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. കാരണം എവിടെ സോഷ്യൽ മീഡിയയിൽ ഈ പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ മുഴുവൻ ഈ കൊച്ചാണ് കടന്നു വരുന്നത്. അപ്പോൾ ഈ കൊച്ചിനോട് ഇദ്ദേഹത്തിന് നല്ല സ്നേഹമുണ്ട്. അപ്പോൾ അത് കൊച്ചിനെ കാണാൻ ഇദ്ദേഹത്തിന് പറ്റാതെ വരുമ്പോൾ ചിലപ്പം അവിടെ ചെന്നിട്ട് കുടിച്ചിട്ട് രണ്ടെണ്ണം പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. അദ്ദേഹത്തിന് മാനസിക സമ്മർദ്ദം താങ്ങാൻ കഴിയാതെയായിരിക്കും. ഓർക്കുക. പിന്നെ രണ്ടാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതുകൊണ്ട് നിങ്ങൾ കോടതിയുടെ പെർമിഷനോടെ, അതായത് ഒരച്ഛനും മകളിൽ നിന്നും അകറ്റുവാൻ ഒരു കോടതിയും പറയത്തില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കോടതിയുടെ പെർമിഷനോടുകൂടി ഈ കുട്ടി പഠിക്കുന്ന സ്കൂളിലോ എവിടെയാണെന്ന് വെച്ചാൽ ഈ കുട്ടീനെ പോയി കാണുക. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂൾ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. അവിടെ ടീച്ചേഴ്സിൻ്റെ പെർമിഷനോടുകൂടി ഈ കുട്ടീനെ അവിടെ നിന്ന് കാണുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റുകൾ അതിന് കൊടുക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ടീച്ചേഴ്സ് കുറച്ചും കൂടെ ബുദ്ധിപരമായി ആ കുഞ്ഞിനെ ഉപദേശിക്കും. അങ്ങനെ ആ കൊച്ചിൻ്റെ മനസ്സിലോട്ട് നിങ്ങൾക്ക് പടിപടിയായിട്ട് കയറി ചെല്ലാൻ പറ്റും. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ നടത്തുന്നതും. നിങ്ങളിപ്പോൾ തന്നെ ആ വീഡിയോയിൽ തന്നെ ഈ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടുന്നതും അത് തന്നെയാണ്. അതിനുവേണ്ടിയാണ് ഈ കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ നടത്തുന്നത്. പക്ഷേ നിങ്ങൾ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മകൾ നിങ്ങളുടെ മകളാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ ഇവർ തെളിയിക്കട്ടെ, നിങ്ങളുടെ മകളല്ല എന്ന് പറഞ്ഞ് DNA ടെസ്റ്റൊക്കെ നടത്തി ഇവർ തെളിയിക്കട്ടെ. ഓക്കെ, നിങ്ങളുടെ മകളായിരിക്കുന്നിടത്തോളം നാൾ നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ്. അതിനെ കാണാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൂവ് ചെയ്യുക. അല്ലാതെ ആ കൊച്ചിൻ്റെ മനസ്സിലേക്ക് നിങ്ങൾക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി കൊണ്ടുപോയി കൂട്ടത്തിൽ നിർത്തിയാലും ഈ കൊച്ചിൻ്റെ മനസ്സിലൊരു ഭയം മാത്രമേ ഉള്ളൂ. കാരണം ഇവർ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അങ്ങനെ ഒരു ചിത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരോട് നിങ്ങൾ ഈ കിടന്ന് ഒരു കുടുംബത്തെ ഇത്രമാത്രം വലിച്ചു കയറാതിരിക്കുക. കാരണം ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം, അതായത് ഇവർ ഡൈവോഴ്സ് ആകാനുള്ള യഥാർത്ഥ പ്രശ്നം അറിയാവുന്ന രണ്ട് വ്യക്തികളേ ഉള്ളൂ. ഒന്ന് ഈ സ്ത്രീക്കും ഈ ഭർത്താവിനും. ഇവർക്ക് 2 പേർക്ക് മാത്രമേ ഇതിന് സത്യം അറിയത്തുള്ളൂ. വേറെ ഒരാൾക്കും ഇതിനകത്തെ സത്യം അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ആ ഭർത്താവിൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാമായിരിക്കും. അല്ലാതെ വേറെ ആർക്കും അറിയത്തില്ല. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വീട്ടുകാർക്കും ഇവർ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. സോഷ്യൽ മീഡിയ പൊതുസമൂഹത്തിനും ഇവർ 2 പേരും അവിടെ ഇവിടെ ഇരുന്ന് പറഞ്ഞിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ആരുടെ ഭാഗത്താണ് തെറ്റ്? പിന്നെ ഒരു ഡിവോഴ്സൊക്കെ നടന്നാൽ ഒരിക്കലും അത് ഒരാളുടെ ഭാഗത്തെ തെറ്റ് മാത്രമായിരിക്കില്ല, 2 പേരുടെ ഭാഗത്തും തെറ്റ്
തെറ്റുണ്ടാകും. ഇനി എന്തൊക്കെ തെറ്റ് സംഭവിച്ച് ഇവർ വേർപിരിഞ്ഞു കഴിഞ്ഞാലും മക്കൾക്ക് അച്ഛൻ എന്ന സ്നേഹവും അമ്മ എന്ന സ്നേഹവും നിഷേധിക്കുവാൻ ഒരുത്തനും ഒരുത്തിക്കും അവകാശമില്ല എന്നും കൂടെ തിരിച്ചറിയുക. അമ്മയ്ക്കും അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും കൊടുക്കാനുള്ള അവകാശം നമ്മുടെ നീതിപീഠം നമ്മൾക്ക് തരുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. ആ അനുവാദത്തെ തടയുവാൻ ആർക്കും അറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ നാടകങ്ങൾ കളിച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ കണ്ണ് വെട്ടിക്കാൻ നോക്കരുത്. കാരണം ഇപ്പം കരഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കിയിട്ടും ഈ കൊച്ചിനെ വെച്ച് വീഡിയോ ഇറക്കിയിട്ടും യാതൊരു എഫക്റ്റും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഒന്നും കൂടി ആ കൊച്ചിനോടും കൂടി ഒരു ഇഷ്ടക്കേട് എല്ലാവരുടെയും മനസ്സിൽ തോന്നിയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം കൂടി തിരിച്ചറിയുക. ഇനി അമ്മയോട് പറയാനുള്ളത്, നിങ്ങൾ ആ കൊച്ചിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ ഒരിക്കലും ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിൽ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്യൂ ജയിക്കാൻ വേണ്ടി കൊച്ചിനെ ഇട്ടുകൊടുക്കരുത്. അങ്ങനെ ഇട്ടുകൊടുത്ത ഒരമ്മ ഒരിക്കലും അമ്മയെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ ആ കൊച്ചിനെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ആ കൊച്ചിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എത്ര വിഷയങ്ങൾ വന്നാലും ഈ കൊച്ചിനെ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇറക്കത്തില്ല. ഇനി കൊച്ച് തന്നെ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തതല്ലല്ലോ. ഇത്രയും സോഷ്യൽ മീഡിയക്കാരുടെ കയ്യിലോട്ട് ഇത് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു തോന്നുന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞമ്മ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അത് വളരെ മോശമായി പോയി, അത് നിയമപരമായി പോലും തെറ്റാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ പറയുകയാണ്. അപ്പം ആ കൊച്ചിൻ്റെ അച്ഛൻ തന്നെയാണ്. അതാര് എന്തൊക്കെ പറഞ്ഞാലും അത് മാറത്തില്ല എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. പിന്നെ അച്ഛനും അമ്മയും രണ്ടുപേരും രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ എടുത്താലും നമ്മൾക്ക് രണ്ടുപേരുടെ പക്ഷത്ത് നിൽക്കാൻ തോന്നത്തൊന്നുമില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുക, അത് തന്നെ നല്ലത്. ഇനി കരഞ്ഞ് നിറവിളിച്ച് കുറേ സിമ്പതി കാണിച്ചാലൊന്നും തുറന്ന പുസ്തകം പോലെ കിടക്കുന്നതൊന്നും അത്ര പെട്ടെന്നൊന്നും സമൂഹം അടച്ചു കളയത്തില്ല എന്ന് മനസ്സിലാക്കുക. ഇനി തെറ്റാരുടെ ഭാഗത്താണെങ്കിലും രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്ത് മാങ്ങാത്തൊലിയാണെങ്കിലും കൊച്ചുങ്ങളെ ഇതിനകത്തോട്ട് ഇറക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.